ഇന്ത്യൻ ഫുട്ബോളിലെ ഫുട്ബോൾ സീസൺ ഇക്കുറി ആരംഭിക്കുന്നത് സൂപ്പർ കപ്പോടു കൂടിയാണ് എന്നൊരു വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. സൂപ്പർ കപ്പ് ആരംഭിക്കുവാനായിട്ട് പോകുന്നതും അതിൻ്റെ ഡേറ്റും ഫിക്സ്ചേഴ്സും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ വന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സൂപ്പർ കപ്പ് ഇക്കുറി ആരംഭിക്കുക ISLന് മുമ്പായിട്ടാണ് എന്നും അത് ഇന്ത്യൻ ഫുട്ബോളിലെ ഫുട്ബോൾ സീസണിൻ്റെ 2025-26 എഡിഷനിലെ പ്രാരംഭ ടൂർണമെൻ്റായിട്ടായിരിക്കും നടത്തുക എന്നും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ നേരത്തെ തന്നെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായതാണ്. ഒക്ടോബർ 25 സൂപ്പർ കപ്പ് ആരംഭിക്കുന്നതെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം വരുന്നത് ഒക്ടോബർ 30 എന്നും രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെയാണെന്നും നാം എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. രാജസ്ഥാൻ യുണൈറ്റഡ് FCയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് കപ്പായിട്ട് പോലും വളരെയധികം ശക്തരായിട്ടുള്ള ഒരു എതിരാളി തന്നെയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് FC. തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലീഗ് സീസണിൻ്റെ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത രാജസ്ഥാൻ യുണൈറ്റഡ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു മത്സരം ഈ ഒരു മത്സരത്തെ നമുക്ക് കാണുവാനായിട്ട് രാജസ്ഥാൻ യുണൈറ്റഡ് FCയുടെ ഭാഗത്തു നിന്ന് കാണുവാനായിട്ട് സാധിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സൂപ്പർ കപ്പിൽ ഫുൾ സ്ക്വാഡിലായിരിക്കും ഇറങ്ങുക എന്നൊരു അപ്ഡേറ്റ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പോരാത്തതിന് ഡേവിഡ് കെറ്റാല ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്ന 2ാമത്തെ ടൂർണമെൻറ്റുമാണ് ഈ ഒരു സൂപ്പർ കപ്പ് എന്നുള്ളത്. ആദ്യം ഇദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പായിരുന്നു. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് ഒരു ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ട് പുറത്തു പോകേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും ഈ വരുവാനായിട്ട് പോകുന്ന 2025-26 സൂപ്പർ കപ്പിലെ ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി നേരത്തെ തന്നെ പ്രീ സീസൺ ട്രെയിനിങ്ങൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒക്ടോബർ 7 തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ടായെന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ചിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ട്ലി മാച്ചസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രീ സീസൺ ടൂർണമെൻറ്റ്സൊക്കെ വേണ്ടി പുറം രാജ്യങ്ങളിലേക്ക്, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യം എല്ലാ വർഷവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഈ ഒരു വർഷം ഫുള്ള് ഒരു അൺസർട്ടനിറ്റി നിലനിന്ന സാഹചര്യത്തിൽ പല ക്ലബ്ബുകൾക്കും അതൊരു വലിയൊരു തിരിച്ചടിയായതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി ഫോറിൻ കൺട്രീസിൽ പ്രീ സീസൺ മത്സരങ്ങൾക്ക് വേണ്ടി പ്രീ സീസൺ മാച്ചസിന് വേണ്ടി പോകത്തില്ല എന്നൊരു കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മാച്ചസ് എന്ന് നടക്കുക എന്നാണ് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രീ സീസൺ മത്സരം ഇന്നലെ മിനിഞ്ഞാന്നോടുകൂടി നടന്നിട്ടുണ്ടായിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിട്ടുണ്ടായിരുന്നത് ISL ക്ലബ്ബായിട്ടുള്ള ചെന്നൈയിൻ FCയെയാണ്. ചെന്നൈയിൻ FCയെ ബ്ലാസ്റ്റേഴ്സ് 1 ഗോളിന് പരാജയപ്പെടുത്തി എന്ന വാർത്തയാണ് നാം അറിഞ്ഞിരുന്നത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ളത് ഡാനിഷ് ഫാറൂഖാണ്. പോരാത്തതിന് ഇദ്ദേഹത്തിന് വേണ്ടി അസിസ്റ്റ് നൽകിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയാണെന്നും ചെന്നൈയിൻ FC തങ്ങളുടെ ഒരു ഓൾ ഇന്ത്യൻ സ്ക്വാഡുമായിട്ടാണ് കളത്തിലിറങ്ങിയതെന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരങ്ങളായിട്ടുള്ള കൊദോ, ബേറ്റ, തിയാഗോ ആൽവസ്, യുവാൻ റോഡ്രിഗസ് തുടങ്ങിയ താരങ്ങളും മത്സരത്തിൽ അരങ്ങേറി എന്നൊരു കാര്യം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു മത്സരത്തിലെ ഒരു വിന്നിംഗ് സ്റ്റാർട്ട് ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിന് മുൻപോടിയായിട്ടുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബ് നൽകുവാനായിട്ട് സാധിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല ഡേവിഡ് കെറ്റാലയ്ക്ക് തങ്ങളുടെ ടാറ്റിക്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നൊരു വ്യക്തമായിട്ടുള്ള ഒരു അറിവും ഈ ഒരു മത്സരത്തിലൂടെ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. സോ അതിനാൽ തന്നെ പ്രീ സീസൺ ഫ്രണ്ട്ലി നടത്തിയത്, അതും ഒരു ISL ക്ലബിനെതിരെ തന്നെ നടത്തിയത് വളരെ മികച്ച ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമായിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്.